മറ്റു വാർത്തയിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ 24-നോട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെയും തിരൂർ സതീഷ് മൊഴി നൽകി. ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തെക്കുറിച്ച് തന്റെ കയ്യിലുള്ള രഹസ്യ സ്വഭാവമുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് തിരൂർ സതീഷ് പറഞ്ഞു. പോലീസിന് ഞാൻ വിശദമായിട്ട് ഈ ജില്ലാ ഓഫീസിൽ വന്ന കള്ളപ്പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് വ്യക്തമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഞാൻ കൈമാറിയിട്ടുണ്ട്. ഈ കുഴൽപ്പണം ഉള്ള സംഭവമാണല്ലോ, അതിനെ കുറിച്ചിട്ട് എന്താണ് ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയ താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പോലീസിന് പറഞ്ഞു. സൂരജ് സജി ടെലിഫോൺ ലൈനിലുണ്ട് തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഇതിപ്പോൾ തുടരന്വേഷണമാണ്. അതിൽ ആദ്യ നീക്കം എന്നത് തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കുകയാണ്. അത് പൂർത്തിയായിട്ടുണ്ട്. ഇനി എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? പ്രജിൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാറിനെയും എല്ലാം കുരുക്കിലാക്കുന്ന ഒരു മൊഴിയാണ് മുൻ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള തിരൂർ സതീഷ് നൽകിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും തുടർ നടപടി എന്ന നിലയ്ക്ക് അവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്ന് ചില രേഖകളും തിരൂർ സതീഷ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതെല്ലാം പരിശോധിച്ച് അതോടൊപ്പം തന്നെ മൊഴി കൂടി സാധൂകരിച്ചതിന് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഈ ചോദ്യം ചെയ്യേണ്ടവരുടെ അടക്കമുള്ള പട്ടിക നിലവിൽ അന്വേഷണ സംഘം തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് അന്വേഷണ സംഘം വരും ദിവസം കടക്കും. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.